സിനിമാ മേഖലയിലെ ലഹരി മരുന്ന് ഉപയോഗം അത് വളരെ ചർച്ചയായിരുന്നു ഈയിടയ്ക്ക് അല്ലെ. ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ നേരിട്ട് അനുഭവമുള്ളതാണ് എന്ന എക്സൈസ് മുൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. താരപരിവേഷം ഉപയോഗിച്ച് സിനിമാ സെറ്റിലെ പരിശോധന പോലും തടയപ്പെടുന്ന സ്ഥിതിയുണ്ടെന്ന റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PS ശശികുമാർ തുറന്നു പറയുന്നു. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് പിടിച്ചപ്പോൾ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് അന്ന് എക്സൈസ് നർക്കോട്ടിക് CI ആയിരുന്ന ശശികുമാർ. ഏകദേശം 10 വർഷം മുൻപാണ് കടവന്ത്രയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോയെയും സുഹൃത്തുക്കളെയും എക്സൈസ് പിടികൂടുന്നത്. സുഹൃത്തുക്കളിൽ ഒരാളുടെ പക്കൽ നിന്ന് കൊക്കൈൻ കണ്ടെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന കൊക്കൈൻ കേസ് കൂടിയായിരുന്നു ഇത്. ഇത്തരത്തിൽ വെള്ളിത്തിരയ്ക്ക് പിന്നിലെ മായിക ലഹരി വലയങ്ങളെക്കുറിച്ച് അനവധി ഉദാഹരണങ്ങൾ ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥന് പറയാൻ സാധിക്കും. 2015 ഇപ്പോഴത്തെ പ്രശസ്ത നടനായ ഷൈൻ ടോം ചാക്കോയെ 4 സ്ത്രീകളെയും കൂടി 7 ഗ്രാം കൊക്കൈനുമായിട്ട് പിടികൂടിയത്. അത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. ഈ 2015 ആദ്യമായിട്ട് ഇങ്ങനെ സിനിമാ നടന്മാരിത് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തെളിവ് കിട്ടിയത്. പിടിയിലായ ചില ആളുകൾ നൽകിയ മൊഴിയിൽ പറയുന്നത് ചലച്ചിത്ര മേഖലയിലുള്ളവർക്ക് കൈമാറാനായി കൊണ്ടുവന്ന ലഹരിയാണ് പിടികൂടിയതെന്നാണ്. നമ്മൾ പല മയക്കുമരുന്ന് കേസ് എടുക്കുമ്പോഴും ഈ പ്രതികൾ ഈ മയക്കുമരുന്ന് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുമ്പോൾ പലരും, അതായത് പ്രത്യേകിച്ച് ഈ കഞ്ചാവ് പോലെ നല്ല വില കൂടിയ മരുന്നുകളൊക്കെ പലതും ഈ സിനിമാ രംഗത്തുള്ള നടന്മാർക്ക് സപ്ലൈ ചെയ്യുന്നതായിട്ട് മൊഴികൾ നൽകിയിട്ടുണ്ട്. സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ടായെങ്കിലും പിന്നീടത് നിലച്ചു. ഈ സിനിമാ രംഗത്തിലെ സൈറ്റുകളിൽ ഈ ഡ്രഗ് പെഡ്ലേഴ്സ് ഒരുപാട് ഇവരുമായി ഇൻ്ററാക്ട് ചെയ്യുകയും പലരും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അങ്ങനെ ഒരു എൻഫോഴ്സ്മെൻറ്റ് രീതിയിൽ ആ നിരീക്ഷണത്തെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. സർഗാത്മകതയ്ക്കായി ലഹരി ഉപയോഗിക്കുന്നുവെന്ന മൊഴി നൽകിയ ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന് എക്സൈസ് നാർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണറായി വിരമിച്ച അദ്ദേഹം പറയുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മൾ കേസെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ ഒരു അന്ധവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിക്ക് ഈ മയക്കുമരുന്ന് ഗുണം ചെയ്യും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. 2ാം കിട സിനിമാ നടന്മാർ തന്നെ ഈ ഡ്രഗ് പെഡ്ലിംഗ് നടത്തിയിരുന്നതായിട്ട് നമുക്കൊന്ന് വിവരം കിട്ടിയിരുന്നു. ഇപ്പോൾ അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇക്കാര്യങ്ങൾ ശരിയാണെന്ന് അത് ശരിവെച്ചിരിക്കുകയാണ്. എബോൺ സലീവ ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കിയാൽ ഏത് ലഹരി ഉപയോഗക്കാരെയും കൈയോടെ പിടികൂടാമെന്നിരിക്കെ ഇത്തരം പരിശോധനകളുടെ എണ്ണവും കുറഞ്ഞു. 10 വർഷം മുൻപ് മരടിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന സ്ത്രീയെ ഉപദ്രവിച്ചതിന് ഒരു തിരക്കഥാകൃത്തിനെ പോലീസ് പിടികൂടി. ഇയാളുടെ മുറിയിൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തു. എന്തിനാണ് ഉപദ്രവിച്ചത് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന് നിർദ്ദേശപ്രകാരമാണ് താൻ സ്ത്രീയെ ഉപദ്രവിച്ചത് എന്നായിരുന്നു ഇയാളുടെ മറുപടി. ഏത് ലഹരി വസ്തുവാണ് ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല. എന്തായിരുന്നാലും ലഹരിയില്ലെങ്കിൽ എഴുത്തോ അഭിനയമോ സർഗാത്മകതയോ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പുതുതലമുറ മലയാള സിനിമയിലുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തി എഴുതപ്പെടേണ്ടതാണ്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.